അയ്യപ്പൻകോവിൽ ബിലീവേഴ്സ് ചർച്ച് ഗ്രേസ് ഗാർഡൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ എക്സിബിഷൻ നടന്നു. വിദ്യാർത്ഥികൾ തന്നെ നിർമ്മിച്ച വസ്തുക്കളാണ് എക്സിബിഷനിൽ പ്രദർശിപ്പിച്ചത്. ബിലീവേഴ്സ് ചർച്ച് ഗ്രേസ് ഗാർഡൻ പബ്ലിക് സ്കൂളിലെ 5ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികളാണ് പാഠപുസ്തകങ്ങളെ ആസ്പദമാക്കി എക്സിബിഷൻ സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികൾ തന്നെ വീടുകളിൽ നിന്നും നിർമ്മിച്ചു കൊണ്ടുവന്ന വസ്തുക്കളാണ് പ്രദർശനത്തിൽ ഒരുക്കിയത്. ശാസ്ത്രം, സയൻസ് തുടങ്ങിയ മേഖലകളിൽ നിന്നാണ് പ്രദർശനത്തിന് വേണ്ടി വസ്തുക്കൾ നിർമ്മിച്ചത്. വിദ്യാർത്ഥികൾ തന്നെ നിർമ്മിച്ച ബസ് വയർ ഗെയിം പ്രദർശനത്തിൽ ഏറെ വ്യത്യസ്തമായി. 2024-25 നമ്മുടെ സയൻസ് എക്സിബിഷൻ ആയിരുന്നു ഇപ്പോൾ ഇവിടെ നടത്തിയിരുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിരുന്ന സബ്ജക്റ്റുകൾ സയൻസ് ഉണ്ടായിരുന്നു. സയൻസിൽ ബയോളജിയിൽ നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം അങ്ങനെയുള്ള സംഭവങ്ങളും, പിന്നെ കെമിസ്ട്രിയിൽ വരുമ്പോഴത്തേനും വോൾക്കാനിക് എറപ്ഷൻ, പിന്നെ ഫിസിക്സിൽ നമ്മൾ കറണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സോഷ്യൽ സയൻസിൽ വരുമ്പോഴത്തേനും എർത്തിൻ്റെ സ്ട്രക്ചർ, ഗ്ലോബ് അങ്ങനെയുള്ള സംഭവങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കുണ്ടായിരുന്നത് ആർട്ട് എക്സിബിഷൻ ആയിരുന്നു. അവിടെ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ്, പേപ്പർ ക്രാഫ്റ്റ്സ് അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള എല്ലാം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. സ്റ്റുഡൻസ് തന്നെയായിരുന്നു എല്ലാം ചെയ്തിരുന്നത്. പിന്നെ നമുക്ക് എല്ലാവിധ ഗൈഡൻസും തന്നെ ടീച്ചേഴ്സും ഒക്കെ തരുന്നുണ്ടായിരുന്നു. ഗ്ലാസ് പെയിന്റിംഗ്, ബോട്ടിലാർട്ട് തുടങ്ങിയവയും പ്രദർശനത്തിൽ ഒരുക്കിയിരുന്നു. വിദ്യാർത്ഥികൾ ഒരുക്കിയ വസ്തുക്കൾ കാണുന്നതിന് മാതാപിതാക്കൾക്കും അവസരം ഒരുക്കി. വിദ്യാർത്ഥികളിലെ സർഗാത്മക കഴിവുകൾ വളർത്തുന്നതിനു വേണ്ടിയാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചതെന്ന് സ്കൂൾ മാനേജർ ഫാദർ അനിൽ സി മാത്യു പറഞ്ഞു. വളരെ വിജയകരമായിരുന്നു. ഓരോ കുഞ്ഞുങ്ങളും അവരുടെ മനസ്സിൽ എന്താണ് ചിന്തിച്ചത്, അവർ പഠിച്ചത് ഇന്നിവിടെ പ്രദർശിപ്പിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത് കുട്ടികളും അധ്യാപകരും ചേർന്നെടുത്ത വലിയൊരു എഫേർട്ടാണ്. അതിനവർ വളരെയധികം അഭിനന്ദനം അർഹിക്കുകയാണ്. പ്രത്യേകിച്ചും പാഴ്വസ്തുക്കൾ കൊണ്ടുള്ളതായ അല്ലെങ്കിൽ നമ്മൾ വലിച്ചെറിയപ്പെടുന്നതായ പല സാധനങ്ങൾ കൊണ്ട് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കി ഈ എക്സിബിഷനിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി. അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു. അധ്യാപകരായ അഞ്ജു ലാലു, ഗ്രീഷ്മ മാത്യു, ബ്ലിസിയ ജോസഫ്, രാജി PA, സുബിത VR, അനിയമ്മ മാത്യു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.